വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. ഇന്ന് ദേവരയുടെ ഒരു റിലീസ് ട്രെയിലർ അവർ ഇറക്കിയിട്ടുണ്ട്. അതെ, ആ പടം ഈ വെള്ളിയാഴ്ചയാണ് റിലീസ്. അപ്പോൾ അതിന് മുമ്പ് അവരൊരു റിലീസ് ട്രെയിലർ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടു പോകാം. എന്തായാലും പടം കാണും. അതെ, അപ്പോൾ അതിന് മുമ്പ് ഈ ട്രെയിലർ കണ്ടേക്കാം. കൂടുതലൊന്നും കാണിക്കായിരുന്നാൽ മതി. ഇട്. సముద్రం మళ్ళీ ఇరుపెక్కి నిజంగా ఎర్ర సముద్రం అయినట్టు అది నా చేతుల మీద అయినట్టు కనుక చూడాలి. സുധേനാരല്ലേ దేవుడి కథైనా കണ്ണൊക്കെ ഇട്ടിരിക്കും. దేవుల కథైనా సముద్రం మీద ఒక దేవుడు ఉన్నాడు చాలు. కొండ మీద ఇంకో దేవుడిని తయారు చేస్తే అది నీకే మంచిది కాదు బేరా. ముందుండేది ఇంచులు కాదు, మన అనుకునే వాళ్ళు ఎవరు మనోళ్ళు కాదు. సముద్రం ఎక్కాల, సముద్రం ఎక్కాల. പൈററ്റ്സ് ഓഫ് ദി കരീബിയനാണോ? దేవుడు అడిగినాడంటే చెప్పినాడని. 4DX IMAX ഫോമാറ്റിലുണ്ട്, 4DXലുണ്ട്. അപ്പോൾ ദേവര എനിക്ക് തോന്നുന്നു മറ്റേ നേരത്തെ കട്ട് ചെയ്ത ട്രെയിലറിനൊക്കെ അത് വൃത്തിയുള്ള VFX ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് കുറെ കൂടി എന്തോ. പിന്നെ പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ പടത്തിൽ ഒട്ടും ഹൈപ്പ് ഇല്ലാത്തൊരു ഫീൽ ഉണ്ടോ? അത് ഇവിടെ കേരളത്തിലല്ല, അവിടെ ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം മറ്റേ പ്രീലിസ്റ്റ് ഇവന്റ് തന്നെ ക്രൗഡ് കാരണം നിർത്തി വെച്ചമാര്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലില്ല, കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന് ഭയങ്കര പ്രത്യേകിച്ച് ഒരു ഭയങ്കര വലിയ ഹൈപ്പ് ഇല്ലാത്ത പോലെ ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ അതിനായിരിക്കും മേ ബി ഒരു ട്രെയിലറോടെ കണ്ടിട്ട് വേറെയും വലിയ പടങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും. ഇപ്പം വേറെ അല്ല, ഹൈപ്പ് വൈസ് റിലീസ് എന്നല്ല, ഹൈപ്പ് വൈസ് വേറെ കുറെ വലിയ പടങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലേ, അന്നിന്റെ റിലീസ് അറിയാത്ത അതുകൊണ്ടായിരിക്കും ഇപ്പൊ ദേവരയുടെ റിലീസും. അത് തന്നെ, ഇത് ഇവിടെ ഒട്ടും ചലനമില്ലാത്ത പോലെ, അതായത് നമ്മുടെ ഇവിടെ ഒട്ടും പണ്ട് തൊട്ട് എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു ഓഡിയൻസ് ഉള്ളൂ NTR-നൊക്കെ. NTR-നൊക്കെ ഓഡിയൻസ് എപ്പോഴാണ് ഉണ്ടായത്? മറ്റേ RRR ശേഷമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ മറ്റേ ബ്ലൂവും റെഡും ഒക്കെ ഉള്ള സീക്വൻസ്, കളർ കോമ്പൊക്കെ വെള്ളവും സീക്വൻസ് വേറൊരു പ്രത്യേക ശ്രദ്ധിച്ചുണ്ടോ നിങ്ങൾ? ഈ രാജമൗലിയുടെ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഈ വന്ന നടന്മാർ, അതായത് പ്രഭാസിന് കേഴ്സ് എന്ന് പറഞ്ഞത്, അതായത് രാജമൗലിക്ക് ശേഷം വന്ന് പ്രഭാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പ്രഭാസിന് പിന്നൊരു സമാധാനം കിട്ടി ഇവിടെ സലാറ. രാംചരൺ അത് കഴിഞ്ഞ് ചെയ്ത പടം ഏതായിരുന്നു? മറ്റേ ആചാര്യ അതിനകത്തൊരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലെ ആയിരുന്നല്ലോ. NTR ആയിരിക്കും ആ കേഴ്സ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്, പറയാൻ പറ്റത്തില്ല. കാരണം കൊറട്ടലിസ്റ്റിലേക്ക് ഓൾറെഡി ഒരു പ്രശ്നം പറ്റിയിട്ട് തിരിച്ചു വരാൻ പുള്ളിയാണ് ഈ ആചാര്യ എടുത്ത ആള്. അപ്പോൾ പുള്ളിക്കാരൻ അതിന്റെ ഇത് മറക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യം പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. സോ അതുകൊണ്ട് നല്ലൊരു ഹാർഡ് വർക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് നല്ലപോലെ. അതെ, എനിക്കൊരു ഒരു വലിയൊരു എക്സ്റ്റൻഡഡ് സീക്വൻസ് കടലിലുണ്ടെന്ന് തോന്നുന്നു. ഒരു ഭയങ്കര റിവീലോ അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ സീക്വൻസ് ആണ് മറ്റേ കടലടിയിലുള്ള ഫൈറ്റ്. ഇവരുടെ മറ്റേ മേക്കിംഗ് വീഡിയോ കണ്ടുണ്ടോ? ആ മേക്കിംഗ് വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഇവരിങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കി, സെറ്റിൽ വെള്ളം നിറച്ച് അതിൽ വേവ്സ് ഒക്കെ ഉണ്ടാക്കി അതിലാണ് ഈ ഷിപ്പിലെ കുറേ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഭയങ്കര നല്ല എഫർട്ട് എടുത്തിട്ടുള്ള സംഭവം തോന്നുന്നു. പിന്നെ സീക്വൻസ് പിന്നെ ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ട് ഇതിനകത്തുനിന്ന്. ഈ NTR-ന്റെ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി പറയുന്നുണ്ട് അത് കുറച്ചധികം ദിവസങ്ങൾ ഒരു അണ്ടർ വാട്ടർ സീക്വൻസ് ഷൂട്ട് ചെയ്യണം. ഷാർക്കിന്റെ സീൻ ആയിരിക്കും. പിന്നെ മറ്റേ ഈ ഷാർക്കിനെ കൊണ്ട് പോകുമ്പോഴായിരിക്കും സീൻ കാണുന്നത്. മറ്റേ ഇതും കണ്ടനെ കൊണ്ട് വന്നത് ആയിരിക്കും. താഴെ മറ്റേ കുറെ കാലെ കെട്ടി താഴെ കല്ല് കെട്ടി താഴ്ത്തേക്കുന്ന പോലെ
അത് തന്നെ കുറച്ച് മീൻസ് തിയേറ്റർ അതായിരിക്കും മറ്റേ അച്ഛൻ NTRന്റെ ശവം അവിടെ ഇല്ലെന്നോ അങ്ങനെ വല്ല റിവീൽ ചെയ്യുന്നു പിന്നെ ട്രെയിലറിൽ കാണിക്കുന്നുണ്ടല്ലോ തിരിച്ച് അത് പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവന്റെ തോന്നലായിരിക്കും കേട്ടോ അച്ഛൻ തിരിച്ചു വന്ന് എടാ ധൈര്യമായിട്ട് കടലിൽ ഇറങ്ങണം. മറ്റേ ഇത് ട്രെയിലറിൽ ഇവർ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പടം പോയി കാണുമ്പോഴേക്കും ഇത്രേ ഉള്ളൂ എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴേ ഇപ്പം നമ്മളിവിടെ കടപ്പുറം ബേസ്ഡ് പടങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഭാഷയുണ്ടല്ലോ സ്ലാങ് കൊടുക്കല്ലോ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും തോന്നി ഇങ്ങനെ അതറിയില്ല, നമുക്ക് തെലുങ്കല്ലേ നമുക്കറിയത്തില്ല. ഇതിപ്പോ മലയാളം ഡബിങ് അവർക്ക് ഡബിങ് ഉണ്ട്, അവർക്ക് സ്റ്റൈൽ ഉണ്ടാവും, പക്ഷെ നമുക്കത് അറിയാൻ പറ്റത്തില്ലല്ലോ. തിരിച്ചറിയാൻ കുറച്ച് പാടല്ലേ. തെലുങ്ക് തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവർ ഈ സ്ലാങ് കൂടെ പിടിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. കേട്ടറി വെച്ച് എനിക്ക് വലിയ വ്യത്യാസം തോന്നി. നമുക്ക് ഇപ്പൊ കേട്ടപ്പോ വലിയ ഇതൊന്നും നോർമൽ തെലുങ്ക് പടത്തിന്റെ പഞ്ച് ഡയലോഗ് പറയുന്ന അതേ മീറ്റർ തന്നെ പാടാം. ജാൻവി കപൂറിനെ മാത്രമേ ഉള്ളൂ ഇച്ചിരി അവിടെ വരേണ്ട ആളല്ലല്ലോ. അതന്നെ കുറച്ച് ചേരാത്ത പല പടം കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണെന്ന് നോക്കാം. അതൊരു വിഷയമായിരുന്നു. എവിടെ കൊണ്ട് വെച്ചാലും അതെ എവിടെ കൊണ്ട് വെച്ചാലും കണ്ടോണ്ടിരിക്കുമല്ലോ ആൾക്കാർ. അപ്പോൾ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ കാണുന്നു.